ലീഡർ ആണെങ്കിൽ ഈ എന്ത് ചെയ്യാൻ കഴിയും, സ്വിച്ച് ടു ലീഡർ എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർ അക്കൗണ്ടിലേക്ക് പോകാൻ കഴിയും. ഈ ഒരു ഓപ്ഷന് ലീഡറായിട്ടുള്ള മെമ്പർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ എല്ലാ മെമ്പേഴ്സിനും ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവിടെ ലീഡർ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ലീഡർക്ക് ഉണ്ടാവാൻ മെമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണെന്നുണ്ടാകും. അവിടെ നിങ്ങളുടെ മെമ്പർ ലിസ്റ്റ് ആരൊക്കെയാണ് നിങ്ങൾ അയൽക്കൂട്ടത്തിലെ മെമ്പേഴ്സ് ഉള്ളത്, ആ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. പിന്നെ അതേപോലെ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അയൽക്കൂട്ടത്തിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് മെമ്പർ ആകുന്നുണ്ടെങ്കിൽ ആ മെമ്പറെ റിക്വസ്റ്റ് നിങ്ങളുടെ ആ റിക്വസ്റ്റ് ഇവിടെയാണ് വരാം. ന്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഡീറ്റെയിൽസിലാണ് വന്ന് നിൽക്കുക. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ചെക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ മെമ്പർക്ക് അഡ്രസ് പ്രൂഫിലാവുകൊണ്ട് നിങ്ങൾ ഈ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യേണ്ടത് വീണ്ടും അയക്കാൻ പറയാം. കമൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കൊടുത്തിട്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ അഡ്രസ് പ്രൂഫില്ല, അതുകൊണ്ട് റിജക്റ്റ് ചെയ്യേണ്ട ഈ റിക്വസ്റ്റ് ഒന്നും കൂടി ചെയ്യാൻ പറയാം അവരോട്. ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കോട്ടേക്ക് വരാം. പിന്നെ കാണിക്കുന്നതാണ് ഡെപ്പോസിറ്റ്, ലോൺ, വിഡ്രോവൽ എന്ന് പറയുന്ന 3 ഓപ്ഷൻസാണ്. ഇവിടെ ഓരോ അംഗത്തിൻ്റെയും ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് കാണും. അതേപോലെ ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് നിലവിൽ ലോൺ എടുത്തത് അവരുടെ ലോണ് കാണിക്കും. അതേപോലെ തന്നെ ആർക്കൊക്കെ ലോൺ ഡ്യൂ ആയിട്ടുണ്ട്, EMI ഡ്യൂ ആയ മെമ്പേഴ്സിൻ്റെ ലോണ് കൂടി ഇവിടെ കാണിക്കാൻ കഴിയും. ഈ മെമ്പർ ലോൺ എടുത്തത് 6-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാസവും 6-ാം തീയതി കഴിഞ്ഞാൽ അവരുടെ EMI ഡ്യൂ ആയത് കാണിക്കാൻ കഴിയും. പിന്നെ ഇവർ എത്രയാണ് ലോൺ എടുത്തത് അതൊക്കെ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കും. എപ്പോഴത്തേക്ക് ഇവരുടെ ക്ലോസ് ആവും, ഡേറ്റും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പിന്നെ വിഡ്രോവലാണ്. നിങ്ങൾ ആരൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങളുടെ അയൽക്കൂട്ടത്തിലെ ഓരോ മെമ്പറും വിഡ്രോവൽ റിപ്പോർട്ട് അവിടെ ഉണ്ടാവും. പിന്നെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നിങ്ങൾ അയൽക്കൂട്ടത്തിൽ നിന്നും ഏതെങ്കിലും അംഗങ്ങൾ നിങ്ങൾക്ക് ലോണും വിഡ്രോവലിൻ്റെ എല്ലാം റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ലോണിൻ്റെ ഹിസ്റ്ററി, മുന്നേ ലോൺ എടുത്തത് ആക്ടിവേറ്റ് ചെയ്ത ലോണും കാണിക്കും, റിജക്റ്റ് ചെയ്ത ലോണും കാണിക്കും. അതേപോലെ വിഡ്രോവലിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എനിക്കൊന്ന് റിജക്റ്റ് ചെയ്ത വിഡ്രോവലൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയാം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യമായിട്ട് കാണണമെങ്കിൽ ഓരോ അംഗത്തിൻ്റെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് NGO ഒന്ന് റിജക്റ്റ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കാണാൻ കഴിയും. പിന്നെ 4-ാമത്തെ ഓപ്ഷനാണ് ക്യാഷ് കളക്ഷന്. ഇവിടെയാണ് നിങ്ങൾ ക്യാഷ് കളക്ഷൻ ചെയ്യേണ്ടത്. ലീഡർ ആണ് നിങ്ങളെ ക്യാഷ് കളക്ഷൻ ചെയ്യേണ്ടത്. പിന്നെ അക്കൗണ്ട് ക്ലോസ്ഡ് റിക്വസ്റ്റ് ആണ്. ഓരോ മെമ്പറും ഒഴിവായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ക്ലോസ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ക്യാഷ് മൊത്തം വിഡ്രോ ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അത് ലീഡർക്കാണ് കിട്ടുക. ലീഡർക്ക് അത് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ലീഡർ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ അയൽക്കൂട്ടം മെമ്പർ അക്കൗണ്ടിലേക്ക് പോകണമെങ്കിൽ സ്വിച്ച് ടു മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാം.